ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ചോദ്യപേപ്പറിലെ ക്രമക്കേടിനെ തുടർന്ന് മാറ്റിവെച്ച SSLC കണക്ക് പരീക്ഷ നടന്നു. ഇതോടെ ഏറെ വിവാദങ്ങൾ കേൾക്കേണ്ടി വന്ന 2017 SSLC പരീക്ഷയ്ക്ക് സമാപനമായി. ചോദ്യപേപ്പറിലെ ക്രമക്കേട് അന്വേഷിക്കുവാനും സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാനും കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. വിവാദമായ കണക്ക് പരീക്ഷയോടെ SSLC പരീക്ഷകൾക്ക് സമാപനം. ചോദ്യപേപ്പർ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കും പോലീസുകാരനും പരിക്ക്. മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള സുപ്രീം കോടതി വിധി സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കേരള മദ്യനിരോധന സമിതി പ്രക്ഷോഭത്തിലേക്ക്. പാവമണി റോഡിലെ മദ്യഷോപ്പ് ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി KSU മാർച്ച്. DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശി. KSU പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും പരിക്കേറ്റു. SSLC+2 പരീക്ഷയിലെ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് മാനാഞ്ചിറ റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. ഏറെ നേരം തുടർന്ന പ്രതിഷേധ മാർച്ചിൽ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നു. പോലീസ് ലാത്തി വീശുകയും ചെയ്തു. സംഘർഷത്തിൽ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ദിനൽ എന്ന പോലീസുകാരനും KSU ജില്ലാ പ്രസിഡന്റ് ജെറിൽ ബോസിനും മറ്റു പ്രവർത്തകർക്കും പരിക്കേറ്റു. അതിനിടയിൽ റോഡിലൂടെ കടന്നുപോയ ഒരു കാറിന്റെ ചില്ലും പ്രവർത്തകർ തകർത്തു. മാർച്ച് DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ കുംഭകോണത്തിനെക്കുറിച്ച് മന്ത്രിസഭ ഇതുവരെ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് T സിദ്ദിഖ് കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷാ കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പോയിട്ട് അതൊന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മന്ത്രിസഭ ഇന്നലെ തയ്യാറായിട്ടില്ല. PT നിഹാൽ, ലയണൽ മാത്യു, സൂരജ് വീട്ടി, റമീസ്, DCC ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതു സർക്കാർ മദ്യലോബികൾക്ക് കീഴടങ്ങുകയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടും സുപ്രീം കോടതി വിധി അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും മദ്യനിരോധന സമിതി മദ്യഷോപ്പ് ഉപരോധിച്ചു. പാവമണി റോഡിലെ മദ്യഷോപ്പ് ഉപരോധം കോഴിക്കോട് രൂപതാ വികാരി തോമസ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതകളിലെയും സംസ്ഥാന പാതകളിലെയും മുഴുവൻ മദ്യശാലകളും മാർച്ച് 31-നകം പൂട്ടണമെന്ന സുപ്രീം കോടതി വിധിയാണ് മദ്യലോബിക്ക് കീഴടങ്ങിക്കൊണ്ട് സർക്കാർ അട്ടിമറിക്കുന്നതെന്ന് മദ്യനിരോധന സമിതി പ്രവർത്തകർ പറഞ്ഞു. ഇതിനെതിരെ ജില്ലയിലുടനീളം വിധി തിരസ്കാര പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. സുപ്രീം കോടതി വിധി മാനിച്ച് സംസ്ഥാന ദേശീയപാതകളിലെ മുഴുവൻ മദ്യഷോപ്പുകളും അടച്ചുപൂട്ടുക, ടൂറിസത്തിന്റെ പേരിൽ 4 നക്ഷത്ര ബാറുകളും ത്രിനക്ഷത്ര ബാറുകളും തുടങ്ങാനുള്ള നീക്കം അവസാനിപ്പിക്കുക, മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കാതിരിക്കുക, വർഷം തോറും 10 മദ്യശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു. കോഴിക്കോട് പാവമണി റോഡിലെ വിദേശ മദ്യഷോപ്പിന് മുന്നിൽ നടന്ന ഉപരോധ സമരം കോഴിക്കോട് രൂപതാ വികാരി ഫാദർ തോമസ് പനക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റിന് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ആ പ്രചോദനം സർവശക്തൻ നൽകും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ജനത്തെ ഭരിക്കാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്, നശിപ്പിക്കാനല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. പണമല്ല പ്രാധാന്യം, ജീവനാണ് പ്രാധാന്യം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പ്രസിഡന്റ് പുന്നശ്ശേരി ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷനായി.
പ്രൊഫസർ OJ ചിന്നമ്മ, പ്രൊഫസർ PM രവീന്ദ്രൻ, വാസു മാസ്റ്റർ, സിസ്റ്റർ മൗറില്ല, ഭരതൻ പുത്തൂർവട്ടം, കൃഷ്ണൻ പൊയിലിൽ, രാംദാസ് പന്തിരാങ്കാവ്, P. വാസു എന്നിവർ സംസാരിച്ചു. മദ്യനിരോധന സമിതി പ്രവർത്തകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മിഠായിത്തെരുവിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന പരിശോധന വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും ഏറെ ഗുണം ചെയ്യുമെന്നും ഇതിനെ എതിർക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാകുമെന്നും VKC മുഹമ്മദ് കോയ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാപാരികളും തൊഴിലാളികളും സർക്കാർ വകുപ്പുകളും കൂടിച്ചേർന്നുണ്ടാക്കിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസം കടകളിലെ തയ്യാറെടുപ്പുകൾ പരിശോധിക്കാൻ കമ്മിറ്റി പ്രതിനിധികൾ വന്നപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T. നസ്രുദ്ദീന്റെ നേതൃത്വത്തിൽ അവരെ തടയാൻ ശ്രമിച്ചത് അപലപനീയമാണ്. പൊതു തീരുമാനത്തിൽ പങ്കാളിയായവർ തന്നെ തീരുമാനത്തെ എതിർക്കുന്നത് ശരിയല്ല. നസ്രുദ്ദീൻ കാണിച്ച ധിക്കാരം വ്യാപാരികൾ അംഗീകരിക്കുന്നില്ല. ആരെതിർത്താലും സുരക്ഷിതമായ മിഠായിത്തെരുവ് സൃഷ്ടിക്കണം. വ്യാപാരികൾക്കും ജനങ്ങൾക്കും നിർഭയം കടന്നുവരാൻ കഴിയുന്ന നിലയിൽ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഉറപ്പാക്കണം. കൊക്കക്കോള, പെപ്സി തുടങ്ങിയ കമ്പനികൾ ജലചൂഷണം നടത്തുന്നു എന്ന പുതിയ കണ്ടുപിടുത്തത്തോടെ മാർച്ച് 14 മുതൽ കേരളത്തിൽ അവരുടെ സംഘടന കോള വിൽക്കില്ലെന്ന് നസ്രുദ്ദീൻ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി വരെ അനുകൂല പ്രതികരണം നടത്തിയ വിൽപ്പന നിരോധനമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഒളിച്ചോടിയതിന്റെ പിറകിലുള്ള താൽപര്യം പരിശോധിക്കപ്പെടണമെന്നും ജലചൂഷണം അവസാനിച്ചതാണോ കാരണമെന്ന് അവർ വ്യക്തമാക്കണമെന്നും VKC മുഹമ്മദ് കോയ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ അവിടെ നമ്മളെ മറ്റ് സംഘടനന്റെ നേതാവായിട്ടുള്ള നസറുദ്ദീൻ കയറിയിട്ട് തടസ്സപ്പെടുത്തി ആ പ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള അവിടെ പ്രതിരോധം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. പക്ഷെ അത് നമുക്ക് ഒരു നല്ല കാര്യം ചിന്തിക്കുന്ന ഒരാൾക്കും അനുകൂലിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ SSLC കണക്ക് പുനഃപരീക്ഷ നടന്നു. ഏറെ ആശങ്കകൾ പകർന്ന ആദ്യ പരീക്ഷയിൽ നിന്നും ആശ്വാസം പകർന്ന അവസാന പരീക്ഷയും പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ മടങ്ങി. സ്വകാര്യ സ്ഥാപനങ്ങളുടെ ചോദ്യപേപ്പറുകളുമായി സാമ്യം കണ്ടെത്തിയതിനെ തുടർന്ന് മാറ്റിവെച്ച SSLC കണക്ക് പരീക്ഷ വ്യാഴാഴ്ച നടന്നു. അടിയന്തരമായി തയ്യാറാക്കിയ പുതിയ ചോദ്യപേപ്പറുകൾ ബുധനാഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കിയിരുന്നു. കണക്ക് പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് നിർദ്ദേശം നൽകിയതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ അറിയിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 1:45 മുതൽ 4:30 വരെയാണ് പരീക്ഷ നടന്നത്. 8 കിലോമീറ്റർ ദൂരപരിധിക്ക് പുറത്ത് SSLC പരീക്ഷയുടെ ഇൻവിജിലേഷൻ ഡ്യൂട്ടിയുള്ള അധ്യാപകരെ രാവിലെയുള്ള സ്കൂൾ തല ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം റിസർവ് ഡ്യൂട്ടിയിലുള്ള എല്ലാ അധ്യാപകരും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തി. ഏറെ ആശങ്ക നൽകിയ ആദ്യ കണക്ക് പരീക്ഷയിൽ നിന്നും ഒരു നല്ല റിസൾട്ട് ഈ പുനഃപരീക്ഷയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായി കുട്ടികൾ പറയുന്നു. 2017 SSLC പരീക്ഷ ഏറെ ആശങ്കകളും വിവാദങ്ങളും ഏറ്റുവാങ്ങി അങ്ങനെ അവസാനിച്ചു. അവസാന പരീക്ഷയും പൂർത്തിയാക്കി വിദ്യാർത്ഥികൾ മടങ്ങി. സ്വർണ്ണ വ്യാപാരികളുടെ മേൽ അന്യായമായി അടിച്ചേൽപ്പിച്ചിട്ടുള്ള പർച്ചേസ് ടാക്സ് പിൻവലിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീൻ. കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ 6 മാസമായി നടത്തിവരുന്ന സമരത്തിന് പിന്തുണയും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഈ തോതിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി മറ്റു ആളുകൾക്ക് വരുന്നതിനെതിരായിട്ട് കൂടിയാണ് ഏകോപന സമിതി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കഴിഞ്ഞ 6 മാസമായി നടത്തിവരുന്ന സമരത്തിന് സമ്പൂർണ്ണ പിന്തുണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസ്രുദ്ദീൻ നൽകിയിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഒട്ടേറെ ചർച്ചകൾക്ക് വിധേയമായ പർച്ചേസ് ടാക്സ് ഇപ്പോൾ നിയമസഭാ ധനകാര്യ ബഡ്ജറ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സ്വർണ്ണ വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. സമരരംഗത്ത് നിൽക്കുന്ന സ്വർണ്ണ വ്യാപാരികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവണം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും T. നസ്രുദ്ദീൻ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി, കേരള ജ്വല്ലേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി MV അഹമ്മദ്, ട്രഷറർ ഐമു ഹാജി, AK നിഷാദ് എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360, 8943-894-364. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ലോകമെങ്ങുമുള്ള ബ്ലോഗ് വായനക്കാർ കോഴിക്കോടിനെ അടുത്തറിഞ്ഞു. 29 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ബ്ലോഗ് എഴുത്തുകാരാണ് കോഴിക്കോടിന്റെ കാഴ്ചകൾ ഒപ്പിയെടുത്തത്. കോഴിക്കോട് ബീച്ചിൽ പട്ടം പറത്തി അവർ കോഴിക്കോട് സന്ദർശനം ഉത്സവമാക്കി. നഗരവീതിയിലെ മതിലിൽ ചിത്രങ്ങൾ കോറിയിട്ടും നിറങ്ങൾ ചാലിച്ചും ഒപ്പം ഇളനീരിന്റെ മധുരം നുകർന്നും വിദേശ ബ്ലോഗർമാർ. കോഴിക്കോടിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുൻപേ പരിചയപ്പെടുത്താനാണ് അവരെത്തിയത്. മാനഞ്ചർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ മതിലിൽ കമ്പൈഷന്റെ കോഴിക്കോടിന്റെ ഭാഗമായുള്ള ചിത്രത്തൂണിന്റെ വളണ്ടിയർമാർക്കൊപ്പം ചേർന്നാണ് ബ്ലോഗർമാർ ചിത്രങ്ങൾ വരച്ചത്. ബ്ലോഗ് എക്സ്പ്രസിന്റെ കേരള പര്യടനത്തിന്റെ ഭാഗമായി എത്തിയ ഇവരെ ജില്ലാ കളക്ടർ UV ജോസ്, ടൂറിസം ജോയിന്റ് ഡയറക്ടർ MV കുഞ്ഞിരാമൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. അർജന്റീന, ബ്രസീൽ, പോളണ്ട്, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഇറ്റലി, കാനഡ, സ്പെയിൻ തുടങ്ങിയ 29 രാജ്യങ്ങളിൽ നിന്നായി ഓൺലൈൻ വോട്ടിംഗിലൂടെ ടൂറിസം വകുപ്പ് തെരഞ്ഞെടുത്ത 30 ബ്ലോഗ് എഴുത്തുകാരാണ് 15 ദിവസത്തെ കേരള പര്യടനത്തിന്റെ ഭാഗമായി കോഴിക്കോട്ടെത്തിയത്. തുടർന്ന് വൺ ഇന്ത്യ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് കോഴിക്കോട് ബീച്ചിൽ പട്ടം പറത്തൽ പരിശീലനവും നൽകി. ഇതിനുശേഷം സംഘം ഇരിങ്ങൽ സർഗാലയ കരകൗശല ഗ്രാമം സന്ദർശിച്ചു. ബ്ലോഗ് എക്സ്പ്രസിന്റെ 4ാം സീസണാണിത്. ഇവരുടെ ബ്ലോഗിലൂടെ വിദേശ വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നതായി ടൂറിസം വകുപ്പ് അധികൃതർ പറഞ്ഞു. ബ്ലോഗ് എക്സ്പ്രസ് വ്യാഴാഴ്ച കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. ഏപ്രിൽ 2 കാസർഗോഡ് സന്ദർശിച്ച ശേഷം ഏപ്രിൽ 3 തിരുവനന്തപുരത്ത് പര്യടനം സമാപിക്കും. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ഉത്സവ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 1 മുതൽ 20 വരെ OIT റോഡിലെ വ്യാപാരി ട്രേഡ് സെന്ററിലാണ് പരിപാടി നടക്കുക. സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യാപാരമാന്ദ്യത്തെ മറികടക്കാൻ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി 2017 ഏപ്രിൽ 1 മുതൽ 20 വരെ OIT റോഡിലെ വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൌണ്ടിൽ വ്യാപാര ഉത്സവം 2017 സംഘടിപ്പിക്കുകയാണ്. മൊബൈൽ ഫോൺ, ഗൃഹോപകരണങ്ങൾ, തുണിത്തരങ്ങൾ, മോട്ടോർ എക്സ്പോ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, നാടൻ ഭക്ഷണങ്ങൾ ലഭ്യമാകുന്ന ഫുഡ് കോർട്ട്, മൊബൈൽ സർവീസ് വെഹിക്കിൾസ്, ചപ്പൽസ് തുടങ്ങിയവയുടെ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും കലാസാംസ്കാരിക പരിപാടികളും നടക്കും. നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളും നൽകും. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത KM റഫീഖ്, CV ഇക്ബാൽ, M കുഞ്ഞുമോൻ, P പ്രദീപ് കുമാർ, നിസാർ അഹമ്മദ് എന്നിവർ പറഞ്ഞു. ഏപ്രിൽ 20 വരെ 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിലെ വ്യാപാരി സംഘടനകൾ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണിത്. രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിർണായക സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു അരങ്ങിൽ ശ്രീധരൻ എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ടൌൺഹാളിൽ നടന്ന അരങ്ങിൽ ശ്രീധരൻ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിർണായക സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു അരങ്ങിൽ ശ്രീധരനെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. അരങ്ങിൽ ശ്രീധരൻ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൌൺഹാളിൽ സംഘടിപ്പിച്ച അരങ്ങിൽ ശ്രീധരൻ 94ാം ജന്മവാർഷികത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീ അരങ്ങിൽ ശ്രീധരൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു തിളങ്ങിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി. അരങ്ങിൽ ശ്രീധരൻ പുരസ്കാരം ULCCS ചെയർമാൻ രമേശൻ പാലിലേക്ക് അദ്ദേഹം സമ്മാനിച്ചു. ഡോക്ടർ MK മുനീർ MLA പുരസ്കാര ജേതാവിനെ പൊന്നാടി അണിയിച്ചു. ഫൌണ്ടേഷൻ വൈസ് പ്രസിഡന്റ് E രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. അംഗത്തിൽ അജയകുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. JDU ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു.
പി മോഹനൻ മാസ്റ്റർ, KC അബു, TV ബാലൻ, CK പത്മനാഭൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പണിക്കർ സർവീസ് സൊസൈറ്റി 11ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. തളി ഗുരുവായൂരപ്പൻ ഹാൾ, ശിക്ഷക് സദൻ എന്നിവിടങ്ങളിലായാണ് സമ്മേളനം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 1 തീയതി പതാക ഉയർത്തൽ ചടങ്ങോടെ സമ്മേളന പരിപാടികൾക്ക് ആരംഭം കുറിക്കും. രാവിലെ 11 മണിക്ക് വനിതാ സമ്മേളനം കൌൺസിലർ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. സൊസൈറ്റിയുടെ പ്രതിനിധി സമ്മേളനം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. റിപ്പോർട്ട്, ഭാവി പ്രവർത്തനം, സമുദായ അംഗങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ ചർച്ച ചെയ്ത് പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്നതും വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിക്കും. ഏപ്രിൽ 2 തീയതി രാവിലെ 7 മണിക്ക് നവഗ്രഹ പൂജയും ഹോമവും നടക്കും. പൊതുസമ്മേളനം രാവിലെ 10 മണിക്ക് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് കലാപരിപാടികൾ അരങ്ങേറും. സമുദായാംഗങ്ങളുടെ കലാപ്രകടനങ്ങൾ, അമ്പലത്തുകുളങ്ങര രഞ്ജിത്ത് പണിക്കറും സംഘവും അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് അഭ്യാസം, കരാട്ടെ അഭ്യാസ പ്രകടനം, ഷാജി സുന്ദർ, സന്ദീപ് വിഷൻ എന്നിവർ നയിക്കുന്ന ഗാനമേളയോടുകൂടി പരിപാടികൾ സമാപനമാകും. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഫറോക്ക് ഡിവിഷൻ സമ്മേളനം ചെറുവണ്ണൂരിൽ നടന്നു. DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വൈദ്യുതി മേഖല അതിരൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും തൊഴിലാളിദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്യുന്ന ബോർഡ് മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുന്നതിനാവശ്യമായ ശക്തമായ സമരപരിപാടികൾക്കും സമ്മേളനം രൂപം നൽകി. ഇപ്പോൾ 90 പേര് അംഗങ്ങളുണ്ടെന്ന് നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഏതാണ്ട് 60ഓളം പേര് എത്തിക്കഴിഞ്ഞിരിക്കുക. അത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴല്ല ഈ 60 പേര് വിളിക്കുന്നു. ചെറുവണ്ണൂർ സൂര്യ ഗാലക്സിയിൽ നടന്ന സമ്മേളനം DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. KEEC ഡിവിഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ K അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സിബിക്കുട്ടി ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ഭാരവാഹികളായ KC രാജൻ, KP ഗിരീഷ്, വത്സൻ P, ഷൺമുഖദാസ് എന്നിവർ സംസാരിച്ചു. ഷജിൻ ദാസ് E, ബാബു C തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിലുള്ള KNM ക്യാമ്പയിൻ ഏപ്രിൽ 2-ന് കോഴിക്കോട്ട് നടക്കും. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ചാണ് ക്യാമ്പിന് തുടക്കമാകുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന പ്രമേയത്തിൽ KNM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ഏപ്രിൽ 2-ന് ഞായറാഴ്ച 4 മണിക്ക് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കും. വർദ്ധിച്ചുവരുന്ന അന്ധവിശ്വാസങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കുമെതിരെ ബോധവൽക്കരണം നടത്തുക, അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കാലവിളംബം കൂടാതെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ നടക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാറുകൾ, കുടുംബസംഗമം, ഡോക്യുമെന്ററി പ്രദർശനം, സന്ദേശ പ്രചരണ യാത്ര, ലഘുലേഖ വിതരണം തുടങ്ങിയവയും സംഘടിപ്പിക്കുന്നുണ്ട്. പോഷകഘടകങ്ങളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾക്ക് രൂപം നൽകി. അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നവോത്ഥാന യാത്ര ഏപ്രിൽ അവസാന വാരം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് പട്ടാമ്പിയിൽ സമാപിക്കും. MSMന്റെ കീഴിൽ വേനൽക്കാലത്ത് നടക്കുന്ന പരിപാടികളിലൂടെ ആത്മീയ അധിവാദങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണവും നടക്കും. മുസ്ലിം ഗേൾസ് ആൻഡ് വുമൺസിന്റെ കീഴിൽ ജില്ലാ ആസ്ഥാനങ്ങളിലെ വനിതാ സംഗമങ്ങളും നടക്കും. ശുചിത്വത്തിന് കേന്ദ്ര സർക്കാരിന്റെ കായകൽപ അവാർഡ് നേടിയ കോട്ടപ്പറമ്പ് ആശുപത്രി ജീവനക്കാരെ കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ആദരിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പുരസ്കാരം ദാനം നിർവഹിച്ചു. ശുചിത്വത്തിന് കേന്ദ്ര സർക്കാരിന്റെ കായകൽപ അവാർഡ് നേടിയ കോട്ടപ്പറമ്പ് ആശുപത്രി ജീവനക്കാരെ കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം ആദരിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയിൽ നിന്ന് ആശുപത്രി ജീവനക്കാർക്ക് വേണ്ടി സൂപ്രണ്ട് ഡോക്ടർ KC രമേശൻ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ T മോഹൻദാസ് എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. എന്തായിരിക്കണം ആരോഗ്യ കേന്ദ്രങ്ങൾ, എങ്ങനെയായിരിക്കണം ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഭാവനാപൂർവമായ സമീപനം സ്വീകരിച്ച ഇവിടുത്തെ അന്നത്തെ MLA ശ്രീ A പ്രദീപ് കുമാറാണ് ഇതിന് പുനർജന്മം നൽകിയത് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരാൾക്കും ഉണ്ടാവില്ല. അശോകൻ ആലപ്പുറത്ത് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ മൊയ്തു, ഡോക്ടർ MM ഷെരീഫ്, KP അബൂബക്കർ, കട്ടയാട്ട് വേണുഗോപാൽ, ഡോക്ടർ സുധ, ഡോക്ടർ ബാലഗോപാലൻ, അജിത് കുമാർ, ഡോക്ടർ മനോജ് കാളൂർ, ജയന്ത് കുമാർ, P ഹേമപാലൻ, സേവാഭാരതി ഗംഗാധരൻ, കനിവ് മുസ്തഫ, PK നളിനാക്ഷൻ, KDBF സെക്രട്ടറി AK ഗണേഷ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. SSLC ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് UDF ജില്ലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. SSLC ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പൊതുസമ്മേളനത്തിനെത്തിയത്. കിർസംകോണ പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ DCC പ്രസിഡന്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അത് നേതൃത്വം കൊടുത്തതിന്റെ ജാഗ്രതക്കുറവ് മാത്രമല്ല, ഏറ്റവും ഗൗരവമായ രീതിയിൽ അത് മുഴുവൻ വിറ്റ് കാശാക്കുന്ന പ്രവർത്തനത്തിനാണ് കേരളത്തിലെ ഭരണകൂടം ഇവിടെ നേതൃത്വം കൊടുത്തത്. UDF ജില്ലാ ചെയർമാൻ P ശങ്കരൻ അധ്യക്ഷം വഹിച്ചു. K മൊയ്തീൻ കോയ, SV ഹസൻ കോയ, UV ദിനേഷ് മണി, EV ഉസ്മാൻ കോയ, ദിനേഷ് പെരുമണ്ണ, സമീജ് പാറപ്പടി, PV ബിനീഷ്, EK മാത്യു, ബേപ്പൂർ രാധാകൃഷ്ണൻ, N ഷെറിൽ ബാബു, K കുഞ്ഞിമൊയ്തീൻ, K ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഫാസിസത്തിനെതിരെ യോജിച്ച മുന്നേറ്റത്തിന് മുൻകൈയെടുക്കണമെന്ന് SDPI ദേശീയ പ്രസിഡന്റ് A സയ്യിദ്. കോഴിക്കോട് നടന്ന SDPI സംസ്ഥാന കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് നടന്നു. SDPI ദേശീയ പ്രസിഡന്റ് A സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിനെതിരെ യോജിച്ച മുന്നേറ്റത്തിന് മുൻകൈയെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ബദൽ സൃഷ്ടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് P അബ്ദുൾ മജീദ് ഫൈസി അധ്യക്ഷത വഹിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ അഹമ്മദ് ഉത്തർപ്രദേശ്, ദേശീയ ജനറൽ സെക്രട്ടറിമാരായ MK ഫൈസി, മുഹമ്മദ് ഇല്യാസ് തുമ്പെ, സംസ്ഥാന ഭാരവാഹികളായ തുളസീധരൻ പള്ളിക്കൽ, MK മനോജ് കുമാർ, റോയ് അറയ്ക്കൽ, ജോബിഷ് പെരുപുളിക്കൽ, PR കൃഷ്ണൻകുട്ടി, മുസ്തഫ കൊമേരി, അജ്മൽ ഇസ്മയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനമായി ആചരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട്ടും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഓട്ടിസത്തെപ്പറ്റി അജ്ഞരും തെറ്റിദ്ധാരണയുള്ളവരുമാണ്. ഈ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഓട്ടിസത്തെപ്പറ്റി അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, CRC കോഴിക്കോട്, ഇംഹാൻസ് കോഴിക്കോട്, ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ്, പരിവാർ, ശ്രദ്ധ, സമർപ്പണം ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കോഴിക്കോട്ടെ വിവിധ സന്നദ്ധ സംഘടനകളും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായി വിവിധ പരിപാടികളോടെ ഓട്ടിസം ബോധവൽക്കരണ ദിനം ആചരിക്കുകയാണ്. ഏപ്രിൽ 2 വാക് ഫോർ ഓട്ടിസം 10 മണി മുതൽ ടൌൺഹാളിൽ മേഖലയിലെ വിദഗ്ധരുമായി ഓട്ടിസം കുട്ടികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട ചർച്ച, വൈകിട്ട് 3 മണി മുതൽ കോഴിക്കോട് ബീച്ചിൽ ഫ്ളാഷ് മോബ്, ബലൂൺ പറത്തൽ, പട്ടം പറത്തൽ തുടങ്ങിയ പരിപാടികളും നടത്തും. സാമൂഹിക കലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ STU ബീരാൻ കോയ അനുസ്മരണം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ STU സംഘടിപ്പിച്ച A ബീരാൻ കോയ അനുസ്മരണ യോഗം STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി എന്നത് ചിത്രീകരിക്കപ്പെടുന്നത് അരയിൽ ഒരു ബെൽറ്റും ഒരു കത്തിയും തലയിൽ ഒരു കെട്ടുമുള്ള ഒരു ഭീകരമായ ചിത്രമാണ് ഒരു കാലത്ത് ചുമട്ടുതൊഴിലാളികളെ കുറിച്ച് നൽകിയിരുന്നത്. ഇന്ന് അതേസമയം ഒരു കാര്യം വളരെ വ്യക്തമായി, ആ രംഗത്ത് ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. ചുമട്ടുതൊഴിലാളി പദ്ധതിയും നിയമവും ഒക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള അംഗീകരിക്കപ്പെട്ട ഒരു സാധാരണ തൊഴിലാളി വിഭാഗമായി ചുമട്ടുതൊഴിലാളികൾ മാറി. A മൂസക്കോയ ഹാജി അധ്യക്ഷം വഹിച്ചു. STU ജില്ലാ പ്രസിഡന്റ് U പോക്കർ, SV ഉസ്മാൻ കോയ, PM ഹനീഫ, M മോഹനൻ, AT അബ്ദു, N നജീർ ബേപ്പൂർ, AMK കോയ, T ആലിക്കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാവയിൽ ഫെസ്റ്റ് 2017 തലക്കുളത്തൂർ പാവയിൽ പുഴയോരത്ത് ഏപ്രിൽ 7 മുതൽ 11 വരെ നടക്കും. സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി തലക്കുളത്തൂർ പാവയിൽ പുഴയോരത്ത് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഗ്രാമീണ മഹോത്സവം പാവയിൽ ഫെസ്റ്റ് 2017 ഒരുങ്ങുന്നു. ഏപ്രിൽ 7 മുതൽ 11 വരെ നടക്കുന്ന പാവയിൽ ഫെസ്റ്റിന്റെ മുന്നോടിയായി ഏപ്രിൽ 2 100ലേറെ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന വർണ്ണോത്സവം നടക്കും.
ജലാശയ സംരക്ഷണം എന്ന ആശയവുമായി പുഴയോരത്ത് നടക്കുന്ന വർണ്ണോത്സവം കേരള ലളിതകലാ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് നടത്തുന്നത്. അന്നേ ദിവസം കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നടത്തുന്ന സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരിക്കും. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 7 വൈകിട്ട് 5 മണിക്ക് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കും. ഏപ്രിൽ 9 ജലോത്സവം കോഴിക്കോട് MP MK രാഘവൻ നിർവഹിക്കും. ഏപ്രിൽ 11 സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിന്റെ പ്രധാന ആകർഷക ഇനങ്ങളിലൊന്ന് ജലാശയ ഭക്ഷണശാലയാണ്. പുഴയിലൊരുക്കിയ ഭക്ഷണശാലയിലേക്ക് തോണിയാത്ര, ഭക്ഷണശാലയിലെ മത്സ്യവിഭവങ്ങളും മറ്റു വിഭവങ്ങളും ലഭിക്കും. ഭക്ഷണശാലയിൽ മത്സ്യവിഭവങ്ങളും മറ്റു വിഭവങ്ങളും ലഭിക്കും. കരയിലും പ്രത്യേക ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിന്റെ ഭാഗമായി വാട്ടർ സ്പോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട്. പാവയിൽ പുഴയിൽ പെഡൽ ബോട്ടുകളും പൊങ്ങലോടിപ്പാറ പുഴയിൽ വാട്ടർ സ്കൂട്ടർ, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട് തുടങ്ങിയ വിനോദ പരിപാടികൾ ഏപ്രിൽ 9, 10, 11 തീയതികളിൽ നടക്കും. കാനറ ബാങ്കിന്റെ ATM സൌകര്യം കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ ഇനി ലഭ്യമാകും. ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ ആരംഭിച്ച ATM മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ലീഡ് ബാങ്കായ കനറ ബാങ്കിന്റെ ATM സൌകര്യം കോംട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ ഇനി സജ്ജമായിരിക്കും. ദിനംപ്രതി നിരവധി പേർ എത്തിച്ചേരുന്ന ഇവിടെ ATM സൌകര്യം ഏർപ്പെടുത്തിയത് ഏറെ ഉപകാരപ്രദമാണ്. 24 മണിക്കൂറും ATM സൌകര്യം ഇവിടെ ലഭ്യമായിരിക്കും. ATMന്റെ ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ബാങ്കുകളിൽ പോകേണ്ട അവസ്ഥയുണ്ട്. പണ്ടത്തെ ഒരു സ്ഥിതിവിശേഷം ആലോചിച്ച് നോക്കിയാൽ നമുക്കതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ATMകൾ. കോംട്രസ്റ്റ് ഹോസ്പിറ്റൽ ചെയർമാൻ KKS നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കനറ ബാങ്ക് കോഴിക്കോട് റീജിയൻ അസിസ്റ്റന്റ് ജനറൽ രവീന്ദ്രനാഥൻ, വാർഡ് കൌൺസിലർ സലീന, MG ഗോപിനാഥ്, P പ്രമേഷ്, MV രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ വൻ ശേഖരവുമായി കോസ്മോ സ്പോർട്സിന്റെ സമ്മർ ഫെസ്റ്റിന് തുടക്കമായി. കോഴിക്കോട് ബ്രാഞ്ചിലെ സമ്മർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഒളിമ്പ്യൻ ഇർഫാൻ നിർവഹിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ കൂറ്റൻ ശേഖരവുമായി ഈ അവധിക്കാലം പ്രത്യേക പാക്കേജുകൾ ഒരുക്കി ഉപഭോക്തൃ സൌഹൃദ മാസങ്ങളായി കൊണ്ടാടാനൊരുങ്ങി കോസ്മോ സ്പോർട്സ്. എല്ലാത്തരം ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഈ മാസം 25 മുതൽ മെയ് 25 വരെ കോസ്മോ സ്പോർട്സ് തങ്ങളുടെ കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുള്ള 7 ഷോറൂമുകളിലും സൂപ്പർ സമ്മർ എന്ന സമ്മർ ഫെസ്റ്റ് നടത്തുന്നു. കോഴിക്കോട് ബ്രാഞ്ചിലെ സമ്മർ ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം ഒളിമ്പ്യൻ ഇർഫാൻ നിർവഹിച്ചു. കോസ്മോസ് ബിൽഡിങ്ങുകൾ പൊങ്ങി വരുന്നുണ്ട്. നല്ല അച്ചീവ്മെന്റ് ആണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ തന്നെ വളർന്നു വരുന്ന ചെറിയ പിള്ളേരെ സൂപ്പർ സമ്മർ പിള്ളേർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അത് വരുന്ന തലമുറയ്ക്കുള്ള നല്ല ഒരു മോട്ടിവേഷനാണ് നല്ല രീതിയിൽ. പിന്നെന്താ വെച്ചാൽ ഈ കോസ്മോ സ്പോർട്സിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് നിൽക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ അറിയിക്കുന്നു. അവധിക്കാലത്തെ വരവേൽക്കാൻ എല്ലാതരം ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകൾക്കുള്ള എക്യുപ്മെന്റുകളുടെ ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ കോസ്മോ സ്പോർട്സിൽ എത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നൈക്കി, അഡിഡാസ്, യോനെക്സ്, ലെൻസ്, സ്പോർട്ടാനോ, ആഷ്വേ, ലീനിംഗ് തുടങ്ങി 100ഓളം അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും മറ്റ് സ്പോർട്സ് അനുബന്ധ സേവനങ്ങളും ലഭ്യമാണ്. പ്രിക്കോർ, വിവ, മാട്രിക്സ് തുടങ്ങി അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഇൻഡോർ എക്യുപ്മെന്റുകളായ ട്രെഡ്മിൽ, സ്പിൻ ബൈക്ക്, മാഗ്നറ്റിക് ബൈക്ക്, എലിപ്റ്റിക്കൽ ട്രെയിനർ കൂടാതെ ലോകോത്തര സൈക്കിൾ ബ്രാൻഡുകളായ ട്രക്ക്, ജെയിൻസ്, ടെർക്കൻ, ഹീറോ, UT, റാലി, സൺക്രോസ് തുടങ്ങിയവയുടെ വ്യത്യസ്ത മോഡലുകളും കോസ്മോ സ്പോർട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സമ്മറിൽ കമ്പനി ഉപഭോക്താക്കൾക്ക് പ്രത്യേകം ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ കോസ്മോ സ്പോർട്സ് ചെയർമാൻ AK നിഷാദ്, MD TC അഹമ്മദ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ഡോക്ടർ കുഞ്ഞാലി, M മുസമ്മിൽ, മറ്റ് ഡയറക്ടർമാരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവാദമായ കണക്ക് പരീക്ഷയോടെ SSLC പരീക്ഷകൾക്ക് സമാപനം. ചോദ്യപേപ്പർ ക്രമക്കേടിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കും പോലീസുകാരനും പരിക്ക്. മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടാനുള്ള സുപ്രീം കോടതി വിധി സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് കേരള മദ്യനിരോധന സമിതി പ്രക്ഷോഭത്തിലേക്ക്. പാവമണി റോഡിലെ മദ്യഷോപ്പ് ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you